പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നൗഷാദ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് SDPI. അസ്സലാമു അലൈക്കും. വേദിയിലിരിക്കുന്ന യോഗാധ്യക്ഷൻ, പാർട്ടിയുടെ കരുത്തനായ കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ഹാറൂൺ സാഹിബ്, പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി ഷമീർ പുല്ലൂക്കര, ഇവിടെ സ്വാഗതം ആശംസിച്ച സാജിദ്, ഈ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവിടെ സംസാരിക്കുന്ന വയനാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നാസർ വയനാട്, പാറാട്ട് പ്രദേശത്തെ നല്ലവരായ ജനാധിപത്യ മതേതര വിശ്വാസികളെ, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കരുത്തരായ കർമ്മധീരരായ കേഡർമാരെ, പ്രവർത്തകന്മാരെ, അനുഭാവികളെ, ഈ പൊതുയോഗം ഇവിടെ വീക്ഷിക്കാനെത്തിയ ഇതര രാഷ്ട്രീയ ആദർശങ്ങളിൽ വിശ്വസിക്കുന്ന സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇതുപോലുള്ള ഒരു പൊതുയോഗം പാറാട്ടങ്ങാടിയിൽ സംഘടിപ്പിക്കാനുള്ള കാരണങ്ങൾ പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റ് ഹാറൂൺ സാഹിബ് ഇവിടെ വിശദീകരിച്ചു. ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ വിമർശിക്കാനല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായി വസ്തുനിഷ്ഠമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ട ഒരു ബാധ്യത ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട്. ഇവിടെ ഈ പാറാട്ടങ്ങാടിയിൽ മുസ്ലിം ലീഗ് പൊതുയോഗം നടത്തുന്നു. ഈ പൊതുയോഗം ശ്രദ്ധിക്കുന്ന ആളുകൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. മുസ്ലിം ലീഗ് ഇവിടെ പൊതുയോഗം നടത്തി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ കുറേ ആരോപണങ്ങൾ, കുറേ സമയം അവർ അതിനുവേണ്ടി ചെലവഴിച്ചു. പൊതുയോഗം അവസാനിപ്പിക്കുന്നു. അതുപോലെ തന്നെ CPM-ഉം SDPI-ക്കെതിരെ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുന്നു. ഞങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുകയാണ്, ഞങ്ങളുടെ വഴി അത് ശരിയായ വഴിയാണ്, ഞങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലാണെന്ന് ഞങ്ങൾ വളരെ കൃത്യമായി തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കും. കാരണം കോൺഗ്രസ് ഞങ്ങളെ എതിർക്കുന്നു, CPM ഞങ്ങളെ എതിർക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി ഞങ്ങളെ എതിർക്കുന്നു, മുസ്ലിം ലീഗ് ഉള്ള പ്രദേശങ്ങളിലൊക്കെ ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗും ഞങ്ങളെ എതിർക്കുന്നു. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത്? ഞങ്ങൾ വളരെ കൃത്യമായി രാഷ്ട്രീയം പറയുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. നമുക്കറിയാം, ഇപ്പം മുസ്ലിം ലീഗ് നാട് മുഴുവനും പാർലമെന്റ് കൺവെൻഷനുകൾ വിളിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് പറയുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വരും. അതുകൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് തടയാൻ നിങ്ങൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF-ന് വോട്ട് ചെയ്യണം. ഞങ്ങൾ മുസ്ലിം ലീഗുകാരോട് ചോദിക്കുന്നത്, നരേന്ദ്രമോദി ഒരു സുപ്രഭാതത്തിൽ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു വീണ ഒരാളാണോ? ഇവിടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. നരേന്ദ്രമോദി വരുമെന്ന് മുസ്ലിം ലീഗ് പറയുന്നു പാർലമെന്റ് കൺവെൻഷനുകൾ വിളിച്ചിട്ട്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗുകാരാ, ഇത് നിങ്ങൾ അന്ന് ആലോചിക്കണമായിരുന്നു. ശിഹാബ് തങ്ങൾ അനുസ്മരണ സമ്മേളനം നടക്കുമ്പോ വേദിയിൽ നമ്മുടെ മൗലാന ശ്രീധരൻ പിള്ള ഉണ്ടാവും. തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗിന്റെ സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുമ്പോ
ഓ രാജഗോപാൽ എന്ന RSSകാരൻ ഭീകരവാദിയുടെ അണ്ണാക്കിലേക്ക് കുറെ ഇറച്ചിയും പത്രിയും തള്ളിക്കൊടുത്തിട്ടില്ലെങ്കിൽ ഉറക്ക് വരാത്ത ആളുകളാണ് മുസ്ലിം ലീഗ്. കണ്ണൂരിൽ എല്ലാ വർഷവും റഹ്മത്തുള്ള കാസിമി മുത്തേടത്തിന്റെ റമദാൻ പ്രഭാഷണം നടക്കാറുണ്ട്. റഹ്മത്തുള്ള കാസിമി മുത്തേടത്തിന്റെ റമദാൻ പ്രഭാഷണം നടക്കുമ്പോൾ ഈ കഴിഞ്ഞ റമദാനിൽ വരെ മൗലാന ശ്രീധരൻ പിള്ള വേദിയിലുണ്ടായിരുന്നു. ഇവരാണിപ്പോ പറയുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വരും. ഞാൻ ചോദിക്കട്ടെ, ഇനി നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ രാജ്യത്ത് ചെയ്യാൻ കഴിയുന്നത്? ഒരു അഹമ്മദ് സാഹിബിനും ടി മുഹമ്മദ് ബഷീറിനും പാർലമെന്റിൽ എന്തു ചെയ്യാൻ കഴിയും നരേന്ദ്രമോദിക്കെതിരെ? ഇവിടെയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയുന്ന വളരെ കൃത്യമായ രാഷ്ട്രീയം. ഞങ്ങൾ പറയുന്നത് ഒരു നരേന്ദ്രമോദിയെ മാത്രം എതിർത്തതുകൊണ്ട് ഈ രാജ്യത്ത് ഹിന്ദുത്വ ഫാഷിസത്തിന് എന്തെങ്കിലും സംഭവിക്കും എന്ന് കരുതുന്ന ആളുകളല്ല ഞങ്ങൾ. നരേന്ദ്രമോദിയല്ല പ്രശ്നം. ഒരു നരേന്ദ്രമോദി പോയാൽ 100 നരേന്ദ്രമോദി RSSനകത്ത് ബാക്കിയുണ്ട്. ഞങ്ങൾ പറയുന്നത് RSS എന്ന് പറയുന്നത് അത് ഈ രാജ്യത്തിന്റെ എല്ലാ പുരോഗതിക്കും തടസ്സം നിൽക്കുന്ന ഒന്നാണ് RSS, അല്ലെങ്കിൽ ഹിന്ദുത്വ ഫാഷിസം. ഇത് തിരിച്ചറിഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യാനുള്ള, ഭരണകൂടം ടാർഗറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ലീഗുകാര സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ RSSനെ എതിർക്കുന്നു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഹിന്ദുത്വ ഫാഷിസത്തെ എതിർക്കുന്നു. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ സംഘ് പരിവാറിന്റെ ഹിന്ദുത്വ അജണ്ടകളെ തുറന്നു കാട്ടുന്നു. അതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന്. പാറാട്ടങ്ങാടിയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ എവിടെയെങ്കിലും ഒരു പൊതുയോഗത്തിന് പെർമിഷൻ ചോദിച്ചിട്ട് ആരുടെയെങ്കിലും ഒരു സ്ഥലം, ആ സ്ഥലം ഉടമസ്ഥനെ കണ്ടിട്ട് സ്ഥലം ചോദിച്ചാൽ ഉടനെ അവിടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരെത്തും. നിങ്ങൾ RSSന് കൊടുത്തോ, നിങ്ങൾ STPക്ക് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ CPMന് വേണ്ടി, CPMന് വേണമെങ്കിൽ നിങ്ങൾ പൊതുയോഗം നടത്താൻ പാറാട്ടങ്ങാടിയിലെ ഏതെങ്കിലും ഒരു കടവരാന്ത നിങ്ങൾ കൊടുത്തോ, പക്ഷേ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് കൊടുക്കാൻ പാടില്ല. നിങ്ങൾ മറ്റ് ഏത് പാർട്ടിക്ക് വേണമെങ്കിലും കൊടുത്തോളൂ, പക്ഷേ STPക്ക് കൊടുക്കാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ മുസ്ലിം ലീഗുകാരെ, എന്തിനാണ് നിങ്ങൾ ഈ ശബ്ദത്തെ പോലും, ഒരു പൊതുയോഗം നടത്തിയാൽ പരമാവധി ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾക്ക് പറയാനുള്ളത് പറയും ജനങ്ങളോട്. നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ശബ്ദത്തെ ഇത്രമാത്രം ഭയപ്പെടുന്നത് പാറാട്ടങ്ങാടിയിൽ? കാരണമുണ്ട്. മുസ്ലിം ലീഗ് തിരിച്ചറിയുന്നു, കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നു എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളറിയില്ലേ, മലപ്പുറം ജില്ലയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഒരു ഹർത്താൽ നടത്തി. ഒരുപക്ഷേ 1992 ഡിസംബർ 7 ശേഷം മലപ്പുറം ജില്ല കണ്ട ഏറ്റവും വലിയ ഒരു ഹർത്താൽ. 2000-ഓളം വള്ളങ്ങൾ കടലിൽ ഇറങ്ങിയില്ല. പോലീസ് സഹകരിച്ചു, വിദ്യാർത്ഥികൾ സഹകരിച്ചു, കുടുംബങ്ങൾ സഹകരിച്ചു, ആളുകൾ സഹകരിച്ചു, കച്ചവടക്കാർ സഹകരിച്ചു. മലപ്പുറം ജില്ല ഹർത്താൽ, STPI നടത്തിയ ഹർത്താൽ വമ്പിച്ച വിജയം. മുസ്ലിം ലീഗിന്റെ അഡ്വക്കേറ്റ് KN ഖാദർ ചാനൽ ചർച്ചകളിൽ പറഞ്ഞു, മലപ്പുറം ജില്ല വിഭജിക്കണം, മലപ്പുറം ജില്ല വിഭജിക്കണം. പക്ഷേ അതാര് പറയണ്ട? സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പറയണ്ട. എന്നെ കേൾക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുകാരാ, മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് പറഞ്ഞ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഹർത്താൽ നടത്തിയപ്പോൾ ആ ഹർത്താൽ വിജയിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾ? മലപ്പുറം ജില്ലയെ കുറിച്ചുള്ള യഥാർത്ഥ വസ്തുത മലപ്പുറം ജില്ലയുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എത്തി. മലപ്പുറം ജില്ലയിലെ വീടുകളിലെ ഓരോ അടുക്കളകളിലും എന്താണ് മലപ്പുറം ജില്ല അനുഭവിക്കുന്ന പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി. കണക്കുകളുമായിട്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മലപ്പുറത്തെ ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങിയത്. കോട്ടയം ജില്ലയിൽ എത്ര സ്കൂളുകളുണ്ട്? മലപ്പുറം ജില്ലയിൽ എത്ര സ്കൂളുകളുണ്ട്?
മാണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ജില്ലയായ കോട്ടയം ജില്ലയിൽ എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്? മലപ്പുറം ജില്ലയിൽ എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്? കോട്ടയം ജില്ലയിൽ എത്ര വ്യവസായ ശാലകളുണ്ട്? മലപ്പുറം ജില്ലയിൽ എത്ര വ്യവസായ ശാലകളുണ്ട്? കോട്ടയം ജില്ലയിലെ ജനസംഖ്യ എത്രയാ? മലപ്പുറം ജില്ലയിലെ ജനസംഖ്യ എത്രയാണ്? കോട്ടയം ജില്ലയിൽ എത്ര KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്? മലപ്പുറം ജില്ലയിൽ എത്ര ബസ്സുകൾ ഓടുന്നുണ്ട്? കോട്ടയം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലുമൊക്കെ എത്ര മെഡിക്കൽ കോളേജുകളുണ്ട്? സർക്കാർ മെഡിക്കൽ കോളേജുകൾ. മലപ്പുറം ജില്ലയിൽ എത്ര മെഡിക്കൽ കോളേജുകളുണ്ട്? +2 നമുക്കറിയാം, ഏറ്റവും ലളിതമായ ഒരു കണക്കാണ്. കോട്ടയം ജില്ലയിൽ തിരുവിതാംകൂർ ഉൾപ്പെടുന്ന തെക്കൻ ജില്ലകളിൽ +2 എത്ര സീറ്റ് അധികമുണ്ട്? മലപ്പുറം ജില്ലയിലെത്തുമ്പോ അതെത്ര കുറവുണ്ട്? ഈ കണക്കുകളുമായിട്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മലപ്പുറം ജില്ലയിൽ ഹർത്താൽ നടത്തിയത്. ഈ ഹർത്താൽ നടത്തിയപ്പോ വമ്പിച്ച വിജയം ജനങ്ങൾ സ്വീകരിച്ചു. മലപ്പുറം ജില്ല വിഭജിച്ച് തിരൂർ ജില്ല രൂപീകരിക്കണമെന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയാൻ വേണ്ടി തുടങ്ങി. അത് മാത്രമാണോ? മലപ്പുറം ജില്ലയിലെ ജില്ലാ ഹർത്താലിനു ശേഷം 1600ഓളം ആളുകൾ എന്ന് പറഞ്ഞാൽ 1600 ആളുകൾ ഈ തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് പുതുതായി റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ 1600 തീവ്രവാദികൾ. അതിൽ CPM-ൽ നിന്നുള്ള ആളുകളുണ്ട്, മുസ്ലിം ലീഗ് പ്രവർത്തകന്മാരുണ്ട്, കോൺഗ്രസ് പ്രവർത്തകന്മാരുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാത്ത നിഷ്പക്ഷമതികളായ ആളുകളുണ്ട്. ഇവരൊക്കെ ഈ നക്ഷത്രാങ്കിത രക്തഹരിത പതാകയ്ക്ക് കീഴിൽ മലപ്പുറം ജില്ലയിൽ അണിനിരുന്നു. ഞങ്ങൾ മുസ്ലിം ലീഗ് ഭരിച്ച കാലയളവും മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരും അല്ലെങ്കിൽ മുസ്ലിം ലീഗും മലപ്പുറം ജില്ലയ്ക്ക് ചെയ്ത നേട്ടങ്ങളും ഞങ്ങൾ എടുത്ത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇത് പല പ്രദേശങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കോട്ടയം ജില്ലയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയം ജില്ലയിൽ കുമ്മനം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മാത്രം 100-ലധികം ആളുകൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കൊടി പിടിക്കാൻ തയ്യാറായി. ആളുകൾ ഈ പ്രസ്ഥാനത്തെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് മുസ്ലിം ലീഗ് ഭയപ്പെടുന്നത്. നമുക്കറിയാം, പാറാട്ട് ഒരു സ്ഫോടനമുണ്ടായി. പാറാട്ട് സ്ഫോടനം 7ഓളം ചെറുപ്പക്കാർക്ക് പരിക്ക് പറ്റി. പിറ്റേന്ന് നേരം വെളുത്തപ്പോ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുന്നു ഇതിന്റെ പിന്നിൽ STPI ആണെന്ന്. മുസ്ലിം ലീഗുകാരാ, നിങ്ങളോട് ബോംബുണ്ടാക്കണ്ട എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ ബോംബൊക്കെ ഉണ്ടാക്കിപ്പോവും. ബോംബുണ്ടാക്കണ്ട എന്നൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ബോംബുണ്ടാക്കി അത് പൊട്ടുമ്പോ അത് ഏറ്റെടുക്കാനുള്ള ആർജവം നിങ്ങൾക്ക് വേണ്ടേ? പിറ്റേന്ന് നേരം വെളുത്തപ്പോ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുന്നു ഈ ബോംബുണ്ടാക്കിയത്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. എന്നെ കേൾക്കുന്ന മുസ്ലിം യൂത്ത് ലീഗുകാരാ, നിങ്ങളൊരു കാര്യം അറിയണം. ഇപ്പോ ടെക്നോളജിയുടെ ഒരു യുഗമാണ്. വലിയ ടെക്നോളജിയാണ്. രാജ്യത്ത് വിവര സാങ്കേതിക വിദ്യ ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടം. പാറാട്ട് ബോംബ് സ്ഫോടനം ഉണ്ടായി. പിറ്റേന്ന് രാവിലെ നേരം വെളുത്തപ്പോ മുസ്ലിം യൂത്ത് ലീഗുകാർ നേതാക്കന്മാർ പത്രസമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു ഇതിന്റെ പിന്നിൽ STPI ആണെന്ന്. കുറച്ച് സമയം 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് ഫേസ്ബുക്ക് പോലുള്ള വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചു നിൽക്കുന്ന ഈ ബോംബ് സ്ഫോടനത്തിൽ പരിക്ക് പറ്റിയ ചെറുപ്പക്കാരന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു. ലീഗുകാരാ, സോഷ്യൽ മീഡിയ കൊണ്ടുവന്ന ഒരു സാമൂഹിക ചുറ്റുപാടുണ്ട് ഇവിടെ. നിങ്ങൾക്കറിയില്ലേ അത്? ഇപ്പൊ പഴയതുപോലെ ഒന്നല്ല. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമ്പോ നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണും. അത് കാണാനുള്ള സംവിധാനം ഇന്ന് ഈ ലോകത്തുണ്ട്. ഇതൊക്കെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണ്ടേ?